മദീനയിലെ വിപണി. ജനങ്ങൾ വ്യാപാരം ചെയ്യുന്നു. പലരും സമ്പത്ത് സമ്പാദിക്കാൻ ഓടുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, വളരെ വലിയ വ്യാപാരി, പക്ഷേ അതിലും വലിയ ഒരു ഹൃദയം. അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. സമ്പത്തില്ല, വീടില്ല, വ്യാപാരം പോലുമില്ല. മദീനയിലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്റെ സമ്പത്തിന്റെ പകുതി അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാർക്കറ്റിലേക്കുള്ള വഴി കാണിച്ചു തരൂ. അദ്ദേഹം വീണ്ടും വ്യാപാരം തുടങ്ങി. അല്ലാഹു അദ്ദേഹത്തിന് വലിയ സമ്പത്ത് നൽകി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വലിയൊരു ചരക്ക് സംഘമെത്തി. 100 കണക്കിന് ഒട്ടകങ്ങൾ, ഭക്ഷണം, വസ്ത്രങ്ങൾ, സമ്പത്ത് നിറഞ്ഞ ചരക്കുകൾ. അത് കണ്ടപ്പോൾ മദീനയിലെ ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹദീസ് ഓർമ്മ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ദാനം സമ്പത്ത് കുറയ്ക്കുകയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ മുഴുവൻ ചരക്കുകളും അല്ലാഹുവിനായി ദാനം ചെയ്യുന്നു. 100 കണക്കിന് ഒട്ടകങ്ങൾ, വലിയ സമ്പത്ത്, എല്ലാം മദീനയിലെ ദരിദ്രർക്കായി. അദ്ദേഹം സമ്പന്നനായിരുന്നു, പക്ഷേ സമ്പത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലില്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സമ്പത്ത് അല്ലാഹുവിലേക്കുള്ള വഴിയാണോ, അല്ലെങ്കിൽ നമ്മളെ ആഖിറത്തിൽ നിന്ന് അകറ്റുന്ന ഭാരമാണോ? ഈ റമദാനിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാകട്ടെ. കരുള പടരട്ടെ. പടച്ചോൻ സ്വീകരിക്കട്ടെ. നമ്മുടെ ദാനം നമ്മുടെ നജാത്താകട്ടെ.